വെൽക്കം സ്റ്റുഡൻസ്. സർഫസ് കെമിസ്ട്രിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളോയിഡ്സിനെ കുറിച്ചാണ്. വാട്ട് ആർ കൊളോയിഡ്സ്? നോക്കുക, ഇത് 3 സൊല്യൂഷൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷുഗർ സൊല്യൂഷനാണ്. ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷനാണിത്. ഈ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താ? ഇത് ക്ലിയർ സൊല്യൂഷനാണ്, അല്ലേ? അത് ക്ലിയർ ആണ് ആ സൊല്യൂഷൻ. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ നോക്കുക. ഇത് ക്ലിയർ ആണോ? അല്ല, ഇത് ടെർബിഡ് ആണ്. അതിന് അല്ലെങ്കിൽ എന്താണ്, കലങ്ങിയ പോലെയാണ് ഉള്ളത്. ഇതെന്താണ്? സ്റ്റാർച്ച് സൊല്യൂഷനാണ്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം. ഇതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ സൊല്യൂഷൻ നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സൊല്യൂഷനിൽ ഇത് ടെർബിഡ് ആണ്, അല്ലേ? ടെർബിഡും അല്ല, ഇത് എന്താണ്, ഒട്ടും ക്ലിയർ അല്ല, ട്രാൻസ്പെറൻ്റ് അല്ല ഈ സൊല്യൂഷൻ. ഈ 3 ടൈപ്പ് സൊല്യൂഷൻസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ സൊല്യൂഷൻ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലിയർ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിനകത്ത് പാർട്ടിക്കിൾസ് വിസിബിൾ ആവുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് പാർട്ടിക്കിൾസിനൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു ക്ലിയർ സൊല്യൂഷനാണ്. ഇത് വാട്ട് അബൌട്ട് ഇറ്റ്സ് നേച്ചർ? ദറ്റ് ഇസ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഹോമോജീനിയസ് ആണ്, പാർട്ടിക്കിൾസ് വിസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ ട്രൂ സൊല്യൂഷൻ എന്ന് പറയും. ഹോമോജീനിയസ് സൊല്യൂഷൻസ് ആർ ട്രൂ സൊല്യൂഷൻസ്. നമ്മൾ നേരത്തെ ഈ സൊല്യൂഷൻ പ്രോപ്പർട്ടീസൊക്കെ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിച്ചതാണ്, സൊല്യൂഷൻസിൽ പഠിച്ചതാണ്. ട്രൂ സൊല്യൂഷൻ. ഇനി ഈ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്. ഈ പാർട്ടിക്കിൾസ് ഇത് എത്ര സമയം വെച്ച് കഴിഞ്ഞാലും എന്താണ്, ഇതിനകത്തുള്ള ഷുഗർ പാർട്ടിക്കിൾസ് അടിയിൽ സെറ്റിൽ ചെയ്യുമോ? ഇല്ല, ദ ഡു നോട്ട് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി. ട്രൂ സൊല്യൂഷനുള്ള പാർട്ടിക്കിൾസ് ഒരിക്കലും സെറ്റിൽ ചെയ്യുക. അതുപോലെ നമുക്കിതിനെ ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള സൊല്യൂഷനാണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറയാം. ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്, ക്ലിയർ ആണ്, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഹോമോജീനിയസ് ആണ്. പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി ആൻഡ് ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സുള്ള സൊല്യൂഷനാണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറയാം. ഇനി നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ടൈപ്പ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? ലൈറ്റിനെ കടത്തിവിടില്ല. അതുപോലെ തന്നെ ഈ സൊല്യൂഷൻ്റെ പ്രത്യേകത, ഇതിനടിയിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇത് മഡി വാട്ടറാണ്, ഇതിനടിയിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഹോമോജീനിയസ് ആണോ? അല്ല, ഇത് നമ്മൾ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഹോമോജീനിയസ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പാർട്ടിൽ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ നോൺ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് പാർട്ടിക്കിൾസ് സെറ്റിൽ അണ്ടർ ഗ്രാവിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് സോളിഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഡി വാട്ടർ പോലെയുള്ള ഇതുപോലെയുള്ള സൊല്യൂഷന് നമ്മൾ എന്ത് പറയും? സസ്പെൻഷൻ എന്ന് പറയും. ദിസ് ഈസ് കോൾഡ് സസ്പെൻഷൻ. അപ്പോൾ ആദ്യം എടുത്തത് ഷുഗർ സൊല്യൂഷൻ എന്താണ്? ട്രൂ സൊല്യൂഷനാണ്. ആൻഡ് ദിസ് ഈസ് എ സസ്പെൻഷൻ. ഈ സൊല്യൂഷനെ നമ്മൾ സസ്പെൻഷൻ എന്ന് പറയും. ഇനി ഇത് സ്റ്റാർച്ച് സൊല്യൂഷൻ. സ്റ്റാർച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം. അതാണ് ആ ടൈപ്പ് സൊല്യൂഷനാണിത്. ഇത് ഹോമോജീനിയസ് ആണോ? അല്ല, ദിസ് ഈസ് ഹെട്രോജീനിയസ്. പാർട്ടിക്കിൾസ് ഇതിനടിയിൽ സെറ്റിൽ ചെയ്യുമോ? ഇല്ല. പാർട്ടിക്കിൾസ് ഹെട്രോജീനിയസ് സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യില്ല. നോർമലി ദേ ഡു നോട്ട് സെറ്റിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? പാർട്ടിക്കിൾസ് നോർമൽ ഫിൽട്രേഷനിലൂടെ, സാധാരണ ഫിൽട്രേഷനിലൂടെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് റിക്വയർസ് അൾട്രാ ഫിൽട്രേഴ്സ്. ഇതിനെ ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സിന് അൾട്രാ ഫിൽറ്റേഴ്സ് പറയും. അത് നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പോൾ 3 ടൈപ്പ് സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് സൊല്യൂഷൻ ക്ലിയർ സൊല്യൂഷൻ, അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ. പിന്നെ പറഞ്ഞത് എന്താണ്? മഡി വാട്ടർ സസ്പെൻഷനാണ്. ഇത് രണ്ടിൻ്റെയും കൂടി ഇടയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഉള്ള സൊല്യൂഷനാണ് നമ്മൾ നടുക്ക് പറഞ്ഞ സ്റ്റാർച്ച് സൊല്യൂഷൻ. ഇറ്റ് ഇസ് കോൾഡ് കൊളോയിഡൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ ദേ ആർ കോൾഡ് കൊളോയിഡ്സ്. അപ്പോൾ സ്റ്റാർച്ച് സൊല്യൂഷൻ കൊളോയിഡാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡിഫറൻസ് വരിക? ഈ ക്യാരക്ടേഴ്സിലെ ഡിഫറൻസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസാണ്. In a colloid, the particle size is between 1 to 1000 nanometers. 1 to 1000 നാനോമീറ്റർ. ഈ ഒരു റേഞ്ചിൽ പാർട്ടിക്കിൾ സൈസ് വരുന്നതാണ് കൊളോയിഡ്സ് എന്ന് പറയാം. ഇനി ട്രൂ സൊല്യൂഷൻ ആണെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. And in suspension,
particle size is greater than 1000 nanometer. So what are the differences between true solution, colloid and suspension? Okay, true solution particle size is less than 1 nanometer, colloid between 1 to 1000 nanometer, suspension more than 1000 nanometer. Then true solution is homogeneous while colloid and suspension are heterogeneous. Then true solution as well as colloid do not settle under gravity, while suspension readily settles. Then what about filtrability? True solution cannot be separated by filtration. True solution and colloids cannot be separated by ordinary filtration, while suspension can be separated by filtration. So the properties of colloid is in between true solution and suspension. Then in a colloid, there is two components. One is dispersed in another. നമ്മൾ സൊല്യൂഷനിൽ സൊല്യൂട്ട് സോൾവെൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെ കൊളോയിഡിലും രണ്ട് കമ്പോണൻസ് ഉണ്ട്. കമ്പോണൻറ്റ് ദാറ്റ് ഈസ് dispersed in the medium is called dispersed phase. It corresponds to solute in solution. സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിനെ പോലെ കൊളോയിഡിൽ ഏത് കമ്പോണൻ്റ് ആണോ ഡിസ്പേഴ്സ് ചെയ്യുക, ദാറ്റ് ഈസ് കോൾഡ് dispersed phase. And the medium in which particles are dispersed, that is called a dispersion medium. Similar to solvent in solution. സൊല്യൂഷനിലുള്ള സോൾവെൻറ്റ് പോലെ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്യുന്ന മീഡിയത്തിന് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയും. ഇപ്പോൾ രണ്ട് കമ്പോണൻസ് ഏതൊക്കെയാണ്? ഡിസ്പേഴ്സ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഇൻ കൊളോയിഡ്സ്. ഇപ്പോൾ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവായതുകൊണ്ട്, കൊളോയിഡ്സിലെ പാർട്ടിക്കിൾ സൈസ് കുറവായതുകൊണ്ട് ദർ ഈസ് ഹൈ സർഫസ് ഏരിയ ഇൻ കൊളോയിഡ്സ്. അതുമൂലം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് കൊളോയിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി കൊളോയിഡ്സിനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും ഗ്യാസ്, സോളിഡ് ഓർ ലിക്വിഡ് വരാം. അപ്പോൾ എത്ര ടൈപ്പ് കൊളോയിഡ്സ് പോസിബിൾ ആവും? 9 പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അവിടെ ഗ്യാസിൽ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡു നോട്ട് ഫോം കൊളോയിഡ്. ഇറ്റ് ഈസ് ഓൾവേസ് എ ഹോമോജീനിയസ് മിക്സർ ഓർ സൊല്യൂഷൻ. ഗ്യാസ് ഇൻ ഗ്യാസ് ഈസ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഓൺലി 8 ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ആർ പോസിബിൾ ഡിപ്പെൻഡിങ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഏതൊക്കെയാണ് ഈ 8 ടൈപ്പ് കൊളോയിഡ്സ്? ഫസ്റ്റ് സോളിഡ് ഇൻ സോളിഡ് ടൈപ്പ് കൊളോയിഡ്സ്. അതിൽ കൊളോയിഡിൻ്റെ പേരെന്താണ്? സോളിഡ് സോൾ എന്ന് പറയും. സോളിഡ് സോൾ. എക്സാമ്പിള് കളേർഡ് ഗ്ലാസസ്, അതുപോലെ ജെം സ്റ്റോൺസ്, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിലെ സോളിഡ് പാർട്ടിക്കിൾസ് വേറൊരു ഗ്ലാസ്സിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ സോളിഡ് സോൾ. ഇനി രണ്ടാമത്തത് സോളിഡ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്സ്. സോളിഡ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നു. ദാറ്റ് കൊളോയിഡ് ഈസ് കോൾഡ് സോൾ. സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും കൂടെ മിക്സർ സോൾ എന്ന് പറയും. എക്സാമ്പിള് പെയിൻറ്റ്. പെയിൻറ്റിൽ കളറിംഗ് പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്സ്. അതുപോലെ സെൽ ഫ്ലൂയിഡ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി മൂന്നാമത്തത് സോളിഡ് ഇൻ ഗ്യാസ്. ഗ്യാസ് ഡിസ്പെർഷൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ അതിന് എയ്റോസോൾ എന്ന് പറയും. ഫേസ് ഏതായിരുന്നാലും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എയ്റോസോൾ. ദെൻ അതിന് എക്സാമ്പിൾ സോളിഡ് ഗ്യാസിൽ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് എക്സാമ്പിൾ സ്മോക്ക്, ഡസ്റ്റ്. ദെൻ ലിക്വിഡ് ഇൻ സോളിഡ്സ്. ലിക്വിഡ് ഇൻ സോളിഡിന് ജെൽ എന്ന് പറയും. ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് കൊളോയിഡാണ് ജെൽ, ലിക്വിഡ് ഇൻ സോളിഡ്സ്. എക്സാമ്പിൾ ചീസ്, ബട്ടർ, ജെല്ലീസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ ലിക്വിഡ് ഇൻ ലിക്വിഡ് ഈസ് കോൾഡ് എമൽഷൻസ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് കൊളോയിഡാണ് എമൽഷൻസ്, ലിക്വിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് കൊളോയിഡ്സ്. മിൽക്ക്, ഹെയർ ക്രീം ഒക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ ലിക്വിഡ് ഇൻ ഗ്യാസ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എയ്റോസോൾ. ഡിസ്പെർഷൻ മീഡിയം ഗ്യാസ് ആയിട്ടുള്ളതിന് എയ്റോസോൾ ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എയ്റോസോൾ. എക്സാമ്പിൾസ് ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഗ്യാസ് ഇൻ സോളിഡ്. ഗ്യാസ് ഇൻ സോളിഡ് ഈസ് കോൾഡ് സോളിഡ് സോൾ. ആൻഡ് എക്സാമ്പിൾ പ്യൂമിക് സ്റ്റോൺ, ഫോം റബ്ബർ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്.
പ്യൂമിക് സ്റ്റോൺ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പ്യൂമിക് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ധാരാളം ക്യാവിറ്റീസ് ഉള്ള സ്റ്റോണാണ്. അതെന്താണ്, ഈ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നമ്മളെ കാലിൻ്റെ അടിയൊക്കെ ഉരച്ച് മിനുസപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് പ്യൂമിക് സ്റ്റോൺ. ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്യൂമിക് സ്റ്റോൺ. ദെൻ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ് കൊളോയിഡ്സ് ആർ കോൾഡ് ഫോം. എക്സാമ്പിൾ ഫ്രോത്ത്, വിപ്ഡ് ക്രീം, സോപ്പ് ലെതർ ഒക്കെ എക്സാമ്പിൾസ് ആണ്. വിപ്ഡ് ക്രീം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം, ദാറ്റ് ഈസ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് കൊളോയിഡാണ്. അതുപോലെ സോപ്പ് ലെതർ, സോപ്പിൻ്റെ പത, ഇതൊക്കെ ഈ ടൈപ്പ് കൊളോയിഡ്സ് ആണ്. ദെൻ ഗ്യാസ് ഇൻ ഗ്യാസ് എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചറാണ്, ദാറ്റ് ഡു നോട്ട് ഫോം കൊളോയിഡ്. സോ ദിസ് ആർ ദി 8 ടൈപ്പ് ഓഫ് കൊളോയിഡ്സ്. ഇവിടെ ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ അതിന് എയറോസോൾ എന്ന് പറയും. അതുപോലെ ഡിസ്പേർഷൻ മീഡിയം സോളിഡ് ആണെങ്കിൽ കൊളോയിഡ് ഈസ് കോൾഡ് സോളിഡ് സോൾ. സോളിഡ് ഇൻ സോളിഡിലും അതുപോലെ തന്നെ എന്താണ്, ഗ്യാസ് ഇൻ സോളിഡിലും ഇറ്റ് ഈസ് കോൾഡ് സോളിഡ് സോൾ. Then liquid in liquid type colloids are called emulsions. Based on physical state of dispersed phase and medium, 8 type colloids are possible. ഇനി അവിടെയുള്ള ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ, ഇപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള കേസിൽ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അക്വാസോൾ ഓർ ഹൈഡ്രോസോൾ. ഇനി അതുപോലെ ഡിസ്പേർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൽക്കോസോൾ. അങ്ങനെ വിളിക്കും. ആൽക്കഹോളാണ് ഡിസ്പേർഷൻ മീഡിയമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൽക്കോസോൾ. ദെൻ അനദർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇൻ്ററാക്ഷനെ ബേസ് ചെയ്ത് കൊളോയിഡിനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ലയോഫിലിക് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് കൊളോയിഡ്സ്. ലയോഫിലിക് ആൻഡ് lyophobic colloids. എന്തിനെ ബേസ് ചെയ്താണ്? ബേസ്ഡ് ഓൺ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഫിലിക് മീൻസ് ലവിങ്. ലയോ ഇസ് സോൾവെൻറ്റ്. അപ്പോൾ ലയോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെൻറ്റ് ലവിങ് കൊളോയിഡ്സ്. ഇനി ലയോഫോബിക് എന്താണ്? ഫോബിക് മീൻസ് ഹെയ്റ്റിംഗ്. അപ്പോൾ ലയോഫോബിക് മീൻസ് സോൾവെൻറ്റ് ഹെയ്റ്റിംഗ് കൊളോയിഡ്സ്. അപ്പോൾ ഒന്ന് സോൾവെൻറ്റ് ലവിങ് കൊളോയിഡ്സ്, അനദർ ഇസ് എ സോൾവെൻറ്റ് ഹെയ്റ്റിംഗ് കൊളോയിഡ്സ്. Then what are the differences between these 2 type of colloids? ഒന്ന് സോൾവെൻറ്റ് ലവിങ് ആണ്, ഒന്ന് സോൾവെൻറ്റ് ഹെയ്റ്റിംഗ് ആണ്. ഇനി വേറെ എന്തൊക്കെ ഡിഫറൻസസ് പറയാൻ പറ്റും? സോൾവെൻറ്റ് ലവിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് ഹൈ ഇൻ്ററാക്ഷൻ ഉണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസിന്. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിൽ ഹൈ ഇൻ്ററാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സോ ദേ ആർ സ്റ്റേബിൾ കൊളോയിഡ്സ്. ലയോഫിലിക് കൊളോയിഡ്സ് ആർ സ്റ്റേബിൾ കൊളോയിഡ്സ്. ലയോഫോബിക്കിലോ ഹെയ്റ്റിംഗ് ആണ് അല്ലേ. ഡിസ്പേഴ്സ്ഡ് ഫേസ് മീഡിയവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ വളരെ കുറവാണ്, സോൾവെൻറ്റ് ഹെയ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ അൺസ്റ്റേബിൾ കൊളോയിഡ്സ്. ഈ ലയോഫിലിക് കൊളോയിഡ്സിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം ബൈ ആഡിങ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ടു ദി മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിനെ മീഡിയത്തിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ലയോഫോബിക് ആണെങ്കിലോ അത് തമ്മിൽ ഇൻറ്ററാക്റ്റ് ചെയ്യില്ല, ഇൻറ്ററാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് എന്താണ്, അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ മെത്തേഡ്സ് വേണം. വെറുതെ മിക്സ് ചെയ്താൽ, ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിൽ വെറുതെ മിക്സ് ചെയ്താൽ കൊളോയിഡായിട്ട് മാറുന്നില്ല. സോ ലയോഫോബിക് കൊളോയിഡ്സ് റിക്വയർസ് സ്പെഷ്യൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. അത് നമ്മളിനി പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ലയോഫിലിക് കൊളോയിഡ്സിന് സ്ട്രോങ് ഇൻ്ററാക്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അതിനെ നമുക്ക് തിരിച്ച് കൊളോയിഡൽ ഫോമിലേക്ക് ആക്കാം. എങ്ങനെയാണ്? ബൈ സിമ്പിൾ മിക്സിങ്. രണ്ട് കമ്പോണൻറ്റിനെ വീണ്ടും തിരിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൊളോയിഡായിട്ട് മാറും. അതിനെ സെപ്പറേറ്റ് ചെയ്താൽ തിരിച്ച് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാം, തിരിച്ച് വീണ്ടും കൊളോയിഡാക്കി മാറ്റാം. സോ ഇൻ ദാറ്റ് സെൻസ് ലയോഫിലിക് കൊളോയിഡ്സ് ആർ കോൾഡ് റിവേഴ്സിബിൾ കൊളോയിഡ്സ്. They can be converted back to colloidal form again. Once separated, they can be converted back to colloidal form by simple mixing. So they are reversible. ലയോഫോബിക് കൊളോയിഡ്സ് ഹെയ്റ്റിംഗ് ആണ്. അപ്പോൾ സെപ്പറേഷൻ എളുപ്പമാണ്. പക്ഷേ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീണ്ടും കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്താണ്, കെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് അത് കമ്പൈൻ ചെയ്യുക, കൊളോയിഡായിട്ട് നിർത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലയോഫോബിക് കൊളോയിഡ്സ് ഇറിവേഴ്സിബിൾ എന്ന് പറയാം. Since they cannot be reconstructed by simple mixing, they are called irreversible colloids. ലയോഫിലിക് സ്റ്റേബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. ലയോഫോബിക്കിന് ഒരു സ്റ്റെബിലൈസിങ് ഏജൻറ്റ് വേണം. കൊളോയിഡൽ ഫോമിൽ നിൽക്കണമെങ്കിൽ ഇറ്റ് റിക്വയർസ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ്സ്.
So that are the differences between lyophilic and lyophobic colloids. എന്തൊക്കെയായിരുന്നു ഡിഫറൻസസ് പറഞ്ഞത്? ജസ്റ്റ് ഒന്നുകൂടി പറയാം. ലയോഫിലിക് കൊളോയിഡ്സ് ആർ സോൾവെൻറ്റ് ലവിങ് കൊളോയിഡ്സ്, ലയോഫോബിക് ഈസ് സോൾവെൻറ്റ് ഹേറ്റിംഗ് കൊളോയിഡ്സ്. രണ്ടാമത്തത് എന്താണ്? ലയോഫിലിക് കൊളോയിഡ്സ് ആർ സ്റ്റേബിൾ ആൻഡ് ലയോഫോബിക് ഈസ് അൺസ്റ്റേബിൾ. ദെൻ lyophilic can be prepared by simple mixing. Lyophobic requires special methods of preparation. Then lyophilic is reversible and lyophobic is irreversible. And lyophilic stable ആണ്, lyophobic requires stabilizing agent for keeping its colloidal form. So that are the differences between lyophilic and lyophobic colloids. ഇപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തായിരുന്നു? ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്. Based on the type of dispersed phase particles, colloids are classified into 3 types. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്. കൊളോയിഡൽ ഡയമെൻഷൻ എന്തായിരുന്നു? 1 to 1000 നാനോമീറ്റർ. ആ ഒരു റേഞ്ചാണ് കൊളോയിഡൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇൻ മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ് ഈച്ച് പാർട്ടിക്കിൾ ഈസ് ഹാവിങ് ഡയമെൻഷൻ ലെസ് ദാൻ 1 നാനോമീറ്റർ. അതിനകത്തുള്ള ഒരു പാർട്ടിക്കിൾ, സിംഗിൾ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ 1 നാനോമീറ്ററിൽ കുറവാണ് ഡയമെൻഷൻ. പക്ഷേ when they are added to dispersion medium, they aggregate and attains colloidal dimension. അപ്പോൾ ഡിസ്പെർഷൻ മീഡിയത്തിൽ ആഡ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസ്, സ്മോൾ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്ത് കുറേ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് കൊളോയിഡൽ ഡയമെൻഷനുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണത് കൊളോയിഡൽ ഡയമെൻഷൻ അല്ലെങ്കിൽ കൊളോയിഡായിട്ട് മാറുക. ഗോൾഡ് സോള്, സൾഫർ സോളൊക്കെ മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ്? പാർട്ടിക്കിൾസിന് വെരി സ്മോൾ ഡയമെൻഷനാണുള്ളത്. വെൻ ദേ ആർ ആഡഡ് ഇൻ ഡിസ്പേർഷൻ മീഡിയം, പാർട്ടിക്കിൾ അഗ്രിഗേറ്റ്സ് ആൻഡ് അറ്റൈൻസ് കൊളോയിഡൽ ഡയമെൻഷൻ 1 to 1000 നാനോമീറ്റർ റേഞ്ച്. അതിനുള്ളിലേക്ക് വരും. ദെൻ ഇറ്റ് ചേഞ്ചസ് ടു കൊളോയിഡ്. എക്സാമ്പിൾ ഗോൾഡ് സോൾ, സൾഫർ സോൾ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്. മാക്രോമോളിക്യൂൾസ് പറഞ്ഞാൽ എന്താണ്? സൈസ് കൂടിയ മോളിക്യൂൾസ് ആണല്ലേ. Macro means large in size. So macromolecular colloids are formed by adding macromolecules in dispersion medium. അപ്പോൾ മോളിക്യൂൾസിന് തന്നെ, മാക്രോ മോളിക്യൂൾസിന് തന്നെ കൊളോയിഡൽ ഡയമെൻഷൻ ഉണ്ടാവും. അവിടെ അഗ്രിഗേഷൻ ആവശ്യമില്ല. മോളിക്യൂൾസിനെ ഡിസ്പെർഷൻ മീഡിയത്തിൽ ആഡ് ചെയ്താൽ ഇറ്റ് ചേഞ്ചസ് ടു എ കൊളോയിഡ് സ്റ്റാർച്ച് സൊല്യൂഷൻ. അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാൻമെയ്ഡ് മൈക്രോ മോളിക്യൂൾസ് ആർ ദർ. പോളിത്തീൻ, നൈലോൺ, ഇതിൻ്റെയൊക്കെ ഡിസ്പേർഷൻ മീഡിയത്തിലുള്ള സൊല്യൂഷൻ എന്താണ്? മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ഫോംഡ് ബൈ ആഡിങ് മാക്രോമോളിക്യൂൾസ് ഇൻ ദി ഡിസ്പേർഷൻ മീഡിയം. ഇനി തേർഡ് ടൈപ്പ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഇൻ അസോസിയേറ്റഡ് കൊളോയിഡ്സ്, in low concentration, particles are acting as simple electrolytes. സിമ്പിൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് പാർട്ടിക്കിൾസ് ആക്ട് ചെയ്യും. പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ് ഇൻ ലോ കോൺസെൻട്രേഷൻ. ബട്ട് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ദീസ് പാർട്ടിക്കിൾസ് അസോസിയേറ്റ് ആൻഡ് അറ്റൈൻസ് കൊളോയിഡൽ ഡയമെൻഷൻ ആൻഡ് ചേഞ്ചസ് ടു അസോസിയേറ്റഡ് കൊളോയിഡ്സ്. എന്താണ്? ലോ കോൺസെൻട്രേഷനിൽ പാർട്ടിക്കിൾസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ സാധാരണ സൊല്യൂഷൻ പോലെ പാർട്ടിക്കിൾസ് സിംഗിളായിട്ട് നിൽക്കുമ്പോൾ എന്താണ്? കൊളോയിഡൽ ഡയമെൻഷൻ ഉണ്ടാവില്ല. ബട്ട് അറ്റ് ഹൈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ above a particular concentration, these particles associate or aggregates and attains colloidal dimension. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസ് കോൺസെൻട്രേഷനെ ബേസ് ചെയ്താണ് അഗ്രിഗേഷൻ വരിക. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലും എബോവ് വന്നാൽ മാത്രമേ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യുന്നുള്ളൂ, കൊളോയിഡായിട്ട് മാറുന്നുള്ളൂ. അതിനാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുക. ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഫോമിന് മിസൽസ് എന്ന് പറയും. അസോസിയേറ്റഡ് ഫോം ഈസ് ഓൾസോ കോൾഡ് മിസൽസ്. So in associated colloids, a minimum concentration is required for association of or aggregation of particles. That is called critical micelle concentration, CMC എന്ന് പറയും. Critical micelle concentration, CMC. Minimum concentration of particles required to form associated colloids.
അതുപോലെ ഒരു മിനിമം ടെമ്പറേച്ചർ വേണം ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ടെമ്പറേച്ചർ വേണം. ദാറ്റ് ഇസ് കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. Minimum concentration is critical micelle concentration and minimum temperature is called Kraft temperature. That is associated colloids. Associated colloids in the in low concentration they act as strong electrolytes, and in high concentration they associate and changes to colloid. And the minimum concentration required to form colloid is critical micelle concentration, and minimum temperature required is called Kraft temperature. Mechanism of micelle formation. നമ്മൾ പറഞ്ഞു അസോസിയേറ്റഡ് കൊളോയിഡിന് എക്സാമ്പിൾ എന്താണ്? സോപ്പ് സൊല്യൂഷൻ. വാട്ട് ഈസ് സോപ്പ്? സോപ്പ് ഈസ് എന്താണ്? കെമിക്കലി സോപ്പ് എന്താണ്? ഇറ്റ് ഈസ് ഈ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. ധാരാളം കാർബൺ ആറ്റംസ് ഉള്ള ആസിഡിനാണ് ഫാറ്റി ആസിഡ് എന്ന് പറയുക. അതിൻ്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ടാണ് സോപ്പ്. സോഡിയം സ്റ്റീറേറ്റ്, സോഡിയം പാമിറ്റേറ്റ്, ഇതൊക്കെയാണ് സോപ്പ് എന്ന് പറയാം. സോഡിയം സ്റ്റീറേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് C17H35COONA. RCOONA എന്ന് സോപ്പിനെ റെപ്രസെൻ്റ് ചെയ്യും. അത് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ അയണൈസ് ചെയ്ത് എന്താവും? RCOO- കാർബോക്സിലേറ്റ് ആനയോൺ ആൻഡ് Na+ സോഡിയം അയോണുമായിട്ട് ചേഞ്ച് ചെയ്യും. ദിസ് കാർബോക്സിലേറ്റ് ആനയോൺ contains two parts. One is a long hydrocarbon chain. സോഡിയം സ്റ്റീറേറ്റ് എന്ന് പറഞ്ഞാൽ 17 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ലോങ് ചെയിൻ ആണ് റെപ്രസെൻ്റ് ചെയ്യും. ഹൈഡ്രോ കാർബണിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ, അല്ലെങ്കിൽ വാട്ടർ റിപ്പല്ലിംഗ് ആണ്. വാട്ടറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യില്ല. അപ്പോൾ വാട്ടർ റിപ്പല്ലിംഗ് ആണ് ഈ ഹൈഡ്രോ കാർബൺ ചെയിന്. കാർബോക്സിലേറ്റ് ആനയോൺ ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ട്. അത് വാട്ടർ ഹേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ വാട്ടർ ഹൈഡ്രോഫോബിക് ആണ്. സ്റ്റീറേറ്റ് ആനയോണിൻ്റെ വാട്ടർ റിപ്പല്ലിംഗ് പാർട്ട് ഈസ് കോൾഡ് ഹൈഡ്രോഫോബിക് ടെയിൽ. ഇനി അതിൻ്റെ എൻഡിലുള്ള COO- അത് പോളാറാണ്, ചാർജ്ഡ് ആണ്. അപ്പോൾ അത് വാട്ടറുമായിട്ട് എന്ത് ചെയ്യും? വാട്ടർ പോളാറാണ്. അപ്പോൾ എന്താണ്? COO- ക്യാൻ ഇൻ്ററാക്ട് വിത്ത് വാട്ടർ, ഓർ ഇറ്റ് ഈസ് ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. വാട്ടറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന ഹൈഡ്രോഫിലിക് നേച്ചറാണ് COO-നുള്ളത്. സോ ദി ആനയോണിക് പാർട്ട് COO- ക്യാൻ ഇൻ്ററാക്ട് വിത്ത് വാട്ടർ. ദാറ്റ് ഇസ് എ പോളാർ ഹെഡ് അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ഹെഡ്. അപ്പോൾ കാർബോക്സിലേറ്റ് ആനയോണിന് രണ്ട് പാർട്ടുണ്ട്. എന്താണ്? ഹൈഡ്രോ കാർബൺ പാർട്ട് ഈസ് വാട്ടർ ഹീറ്റിംഗ് കോൾഡ് ഹൈഡ്രോഫോബിക് ടെയിൽ, ആൻഡ് ആനയോണിക് പാർട്ട് ദാറ്റ് ഈസ് വാട്ടർ ലവിംഗ് ഹൈഡ്രോഫിലിക് പാർട്ട്. ഇൻ ലോ കോൺസെൻട്രേഷൻ ദിസ് ആനയോൺസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി സർഫസ് ഓഫ് വാട്ടർ. ഈ ആനയോൺസ് വാട്ടറിൻ്റെ സർഫസിലായിരിക്കും ഉണ്ടാവുക. ലോ കോൺസെൻട്രേഷൻ കുറച്ച് സോപ്പ് ആഡ് ചെയ്താൽ ദ റിമെയിൻസ് ഓൺ സർഫസ്. എങ്ങനെയാണ് അത് സർഫസിൽ നിൽക്കുക നോക്കി? അതിന് രണ്ട് പാർട്ടുണ്ട്. ഹൈഡ്രോഫിലിക് പാർട്ട് വാട്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതായത് എന്താണ്? ഹൈഡ്രോഫിലിക് ഹെഡ് COO- വാട്ടറിലേക്കും അതിൻ്റെ നോൺ പോളാർ പാർട്ട് ഹൈഡ്രോ കാർബൺ പാർട്ട് എന്താണ്? പുറത്തേക്കും, സർഫസിൽ നിന്ന് പുറത്തേക്കുമായിട്ടാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ലോ കോൺസെൻട്രേഷനിൽ ദിസ് കാർബോക്സിലേറ്റ് ആനയോൺ റിമെയിൻസ് ഓൺ സർഫസ് ഓഫ് വാട്ടർ. പോളാർ പാർട്ട് ഈസ് ടുവേർഡ്സ് വാട്ടർ ആൻഡ് നോൺ പോളാർ പാർട്ട് ഈസ് പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ്സ്. ഇനി വീണ്ടും നമ്മൾ കുറച്ചധികം സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ മോളിക്യൂൾസിനും സർഫസിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. മോളിക്യൂൾസ് കനോട്ട് റിമെയിൻ ഓൺ സർഫസ് ആൻഡ് ദേ പുൾഡ് ടുവേർഡ്സ് ദി ബൾക്ക്. മോളിക്യൂൾസ് ബൾക്കിലേക്ക് വലിക്കപ്പെടും. അങ്ങനെ മോളിക്യൂൾസ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ്? അതിന് പോളാറും നോൺ പോളാർ പാർട്ടും ഉണ്ട്. സോ അറ്റ് ഹൈ കോൺസെൻട്രേഷൻ ഹൺഡ്രഡ്സ് ഓഫ് സച്ച് യൂണിറ്റ്സ് കമ്പൈൻസ് ഫോമിങ് സ്പെറിക്കൽ ഷേപ്ഡ് മിസൽസ്. അങ്ങനെ നൂറുകണക്കിന് യൂണിറ്റ്സ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് സ്പെറിക്കൽ ഷേപ്പുള്ള മിസൽസ് ആയിട്ട് മാറും. അതിന് ആ മിസൽസിൻ്റെ പ്രത്യേകത നോക്കിയേ. അതിൻ്റെ നോൺ പോളാർ പാർട്ട് ഈസ് പ്രൊജക്റ്റിംഗ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദി സ്പിയർ. ഒരു സ്പിയറായിട്ട് മാറും. ആ സ്പിയറിൻ്റെ സെൻറ്ററിലേക്ക് നോൺ പോളാർ പാർട്ടും, പോളാർ പാർട്ട് ഈസ് അറേഞ്ച്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്പിയർ. സ്പിയറിൻ്റെ സർഫസിലേക്ക് നോൺ പോളാർ പാർട്ടും അതിന് സ്പിയറിൻ്റെ സെൻറ്ററിലേക്ക് നോൺ പോളാർ പാർട്ടും അറേഞ്ച് ചെയ്യും. അപ്പോൾ പോളാർ പാർട്ട് ക്യാൻ ഇൻ്ററാക്ട് വിത്ത് വാട്ടർ ആൻഡ് നോൺ പോളാർ പാർട്ട് ഈസ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി സ്പിയർ. അങ്ങനെ ഫോം ചെയ്യുന്ന സ്പെറിക്കൽ ഷേപ്ഡ് അഗ്രിഗേറ്റ് പാർട്ട് ദറ്റ് ഈസ് കോൾഡ് മിസൽസ്. സോ ഇൻ ഹൈ കോൺസെൻട്രേഷൻ these anions are pulled towards the bulk and hundreds of such units combine forming spherical shaped micelles.
In micelles, the non-polar part is projecting towards the center of the sphere and the polar part is towards the surface of the sphere. That is the mechanism of micelle formation. സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മുടെ ഫാബ്രിക്കിലുള്ള അല്ലെങ്കിൽ ഡ്രസ് മെറ്റീരിയലിലുള്ള ഡർട്ട് ദാറ്റ് ഫോംസ് ആൻ ഓയിലി അപ്പിയറൻസ്. ഡർട്ടിനൊരു ഓയിലി നേച്ചറാണുള്ളത്. അത് ഓയിലിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഡു നോട്ട് ഇൻ്ററാക്ട് വിത്ത് വാട്ടർ. Hydrophobic ആണ് oil that do not directly interact with water. So the dirt forms an oily appearance on the surface of fabric or dress material, and when it is immersed in soap solution, ഈ micelle concentration ഉള്ള critical micelle concentration ഉള്ള soap solutionലേക്ക് ഈ fabric ഡിപ്പ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ക്ലീനിങ് നടക്കുക? These micelle particles cover this oil droplets or dirt forms oily appearance and micelles covers the oil droplets in such a way that the non-polar part is connected with the oil. ആ ഡേർട്ടുമായിട്ട് എന്താണ് നോൺ പോളാർ പാർട്ട് കണക്ട് ചെയ്യും. സ്പിയർ അതിനെ സറൗണ്ട് ചെയ്യും, ഈ ഡേർട്ടിനെ സറൗണ്ട് ചെയ്യും, എന്നിട്ട് നോൺ പോളാർ പാർട്ട് ഈ ഡേർട്ടുമായിട്ട് കണക്ട് ചെയ്യും. പോളാർ പാർട്ടോ അത് സർഫസിലാണ്, വാട്ടറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഓയിലും വാട്ടറും തമ്മിൽ ഡയറക്റ്റ് ഇൻ്ററാക്ട് ചെയ്യില്ല. ദർ ഇസ് ആൻ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ ഓയിൽ ആൻഡ് വാട്ടർ. അപ്പോൾ ഇവിടെ ഡർട്ട് ഓയിൽ പോലെ ബിഹേവ് ചെയ്യും. അപ്പം ഈ ഡർട്ടിനും വാട്ടറിനും തമ്മിൽ ഡയറക്റ്റ് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അതിനിടയിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഏജൻ്റായിട്ട് മിസെൽ ആക്ട് ചെയ്യും. മിസെൽ കണക്ട്സ് ഡർട്ട് ആൻഡ് വാട്ടർ. അങ്ങനെ അതിനെ തമ്മിൽ കണക്ട് ചെയ്ത് അതിനിടയിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ റിമൂവ് ചെയ്യും. ഓയിലിനും വാട്ടറിനും ഇടയിലുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ ഇസ് റിമൂവ്ഡ് ആൻഡ് ദെൻ ദ ഡർട്ട് ക്യാൻ ബി റിമൂവ്ഡ് ടു വാട്ടർ. അങ്ങനെ ഡർട്ടിനെ വാട്ടറിലേക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കൊളോയിഡ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്തായിരുന്നു? 1 to 1000 നാനോമീറ്റർ. ഈ സൈസിലുള്ള പാർട്ടിക്കിൾസ് വരുന്നതിനാണ് കൊളോയിഡ് എന്ന് പറയാം. കൊളോയിഡിലെ രണ്ട് കമ്പോണൻസ് ഏതൊക്കെയാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഫസ്റ്റ് എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം 8 ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ആർ പോസിബിൾ. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഏതൊക്കെയായിരുന്നു? ലയോഫിലിക് കൊളോയിഡ്സ്, സോൾവെൻറ്റ് ലവിങ് കൊളോയിഡ്സ് ആൻഡ് ലയോഫോബിക് അല്ലെങ്കിൽ സോൾവെൻറ്റ് ഹേറ്റിംഗ് കൊളോയിഡ്സ്. അതിൻ്റെ ഡിഫറൻസസ് പറഞ്ഞു. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ്, കൊളോയിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്പ്. ഏതൊക്കെയാണ്? മൾട്ടിമോളിക്കുലാർ, മാക്രോമോളിക്കുലാർ ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അതിൽ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ലോ കോൺസെൻട്രേഷനിൽ സിമ്പിൾ ഇലക്ട്രോലൈറ്റും ഹൈ കോൺസെൻട്രേഷനിൽ കൊളോയിഡായിട്ടും ചേഞ്ച് ചെയ്യും. ഇനി അങ്ങനെ കൊളോയിഡായി മാറുന്ന ആ കൊളോയിഡൽ ഫോമിനാണ് മിസെൽസ് എന്ന് പറയാം. And in order to form micelles, a minimum concentration is required, that is called the critical micelle concentration, and temperature is called the Kraft temperature. Then mechanism of micelle formation പറഞ്ഞു. അതുപോലെ ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസോസിയേറ്റഡ് കൊളോയിഡ്സും അതുപോലെ നേച്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇൻറ്ററാക്ഷനെ ബേസ് ചെയ്ത് ലയോഫിലിക്, ലയോഫോബിക്, ഇതൊക്കെ പല പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് അതാണ് ഇനി ബാക്കിയുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.